ഈ വീഡിയോ കണ്ടാൽ പലരും എന്ത് ചെയ്യും, കണ്ടന്റോ സബ്ജക്റ്റോ ശ്രദ്ധിക്കാൻ സ്വല്പം കണ്ടന്റ് എന്ത് ചെയ്യും, സീറ്റ് ബെൽറ്റ് എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കയറി ഇന്നപ്പോഴേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സീറ്റ് ബെൽറ്റ് ആണ് ആദ്യം പഠിച്ചു വെച്ചാൽ നമുക്ക് സീറ്റ് ബെൽറ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ലോ. പലരും കട്ട് ചെയ്തിട്ട് പോകും, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കത്തില്ല. ഒരു വണ്ടി എടുക്കുന്നിടം വരെ എന്തൊക്കെ ചെയ്യണം, ഇതാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഓടിക്കുന്നവർക്ക് മതി എന്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ. അതായത് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എളുപ്പത്തിൽ എങ്ങനെ എടുക്കാം, എന്തെല്ലാം ചെയ്താൽ വണ്ടി ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് ഞാനുള്ളത് പെരുമ്പാവൂര് കുറുപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാരണം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്റെ കണ്ടന്റ് സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. കാരണം എങ്ങനെയെങ്കിലും ഒരു തുടക്കക്കാരൻ ഒരു വണ്ടി എടുത്തോട്ടെ എന്ന് കണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു വണ്ടി ഓടിക്കുന്ന കാര്യത്തെ പറ്റില്ല, അപ്പൊ എടുക്കുന്നിടം വരെ എന്തൊക്കെ ചെയ്യുന്നു, ഒരു ഓട്ടോമാറ്റിക്കൽ എന്തൊക്കെ ചെയ്താൽ നമുക്കൊരു വണ്ടി എടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത് ക്രമത്തിന് നിങ്ങളും അതുപോലെ നിങ്ങളുടെ വാഹനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറി ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സീറ്റ് ക്ലിയർ ആകണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ സീറ്റിലേക്ക് ഇരുന്നതിന് ശേഷം നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു. ബ്രേക്കിലേക്ക് കാല് വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിയറിംഗിലേക്കും പിടിക്കുന്നു. കാരണം എന്തിനാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബ്രേക്കിൽ മാത്രം പിടിച്ചാൽ നമുക്കിത് സീറ്റ് കയറണോ അല്ലെങ്കിൽ ഇറങ്ങണോ എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സീറ്റ് കയറണോ വേണ്ട എന്നുള്ളത്. അപ്പം സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ബ്രേക്കിലും കൈ സ്റ്റിയറിംഗിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ? അതിനുശേഷം താഴെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ താഴെ സീറ്റിന് താഴെ ഒരു കമ്പിയുണ്ട്. ഇതുണ്ട് ഈ ഒരു കമ്പി നമ്മൾ മേലോട്ട് പൊക്കിയതിന് ശേഷം ഇങ്ങനെയാണ് സീറ്റ് നീക്കുന്നത്. കണ്ടാ ഇത് കണ്ട ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം അഡ്ജസ്റ്റ് ആക്കാം. ഇത് കണ്ട കൃത്യമായിട്ട് എത്രയും വേണോ അതിന് ശേഷം എന്ത് ചെയ്യുക, ആ കമ്പി ഒന്ന് വിടുക. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ആകും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമുക്കിത് ബാക്കിലേക്ക് പോയപ്പോൾ കാൽ എന്റെ ബ്രേക്കിലില്ല, സ്റ്റിയറിംഗ് കൈയുണ്ട്. ഇത് ബാക്കിലേക്ക് പോയാൽ കൈ എവിടെ ഇരിപ്പുണ്ട്, സ്റ്റിയറിംഗിൽ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ഈ രീതി. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് പോയാൽ നമ്മുടെ കാൽ എവിടെ ഇരിപ്പുണ്ട്, ബ്രേക്കിൽ ഇരിപ്പുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് സീറ്റ് കയറണോ അല്ലെങ്കിൽ ഇറങ്ങണോ കൃത്യമായോ എന്ന് അറിയത്തുള്ളൂ. കണ്ടാ? അപ്പൊ അവിടെ വന്നു, ഞാൻ സ്വല്പം കൂടെ കേട്ടേണ്ടി വന്നു. കണ്ടാ? എനിക്ക് ഇതാകുമ്പോഴാണ് കൃത്യമാകുന്നത് ആക്കി. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്ക് ചാർ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് സീറ്റിന്റെ രണ്ടിന്റെ ഈ ഒരു മൂലയ്ക്കാണ്. കണ്ടാ? അപ്പൊ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്തു, നമ്മുടെ കൈ മാറി ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഈ ഒരു കൈ കൊണ്ട് എന്ത് ചെയ്തു, ഇതുണ്ട് ഈ ക്ലിപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ പൊക്കി പിടിക്കണം. ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഏണിന്റെ ഭാഗത്ത് വെറുതെ പ്രസ് ചെയ്തിരുത്. നമുക്ക് കൃത്യമായി ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, ഈ ക്ലിപ്പിൽ നമ്മൾ അയക്കാവൂ. അല്ല നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. ഇങ്ങനെ വെക്കുന്നുണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തത്. ഇങ്ങനെ പൊക്കി പിടിക്കുക. നമുക്ക് എത്രയും വേണം, രണ്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കി. കേട്ടാ? ഇത്രയും വരും സീറ്റ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് പോകണമെങ്കിലും രണ്ട് ഇങ്ങനെ ആകും. കേട്ടോ? എന്നിട്ട് ഇങ്ങനെ നമുക്ക് എത്രയും വേണേലും ആകാം. അപ്പം നമുക്ക് എത്രയും വേണോ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ക്ലിപ്പിൽ നിന്നും വിടാവൂ. കാരണം എനിക്ക് ഇത്രയും മതി. ഞാൻ ആയതിനു ശേഷം എന്ത് ചെയ്തു, ഇവിടുന്ന് വിട്ടു. അപ്പൊ നമുക്ക് സീറ്റ് പിന്നെ എങ്ങോട്ടും പോകില്ല, ചാരി. കണ്ട? കൃത്യമായി. അപ്പൊ ഞാൻ ഇത് പിടിച്ച സമയത്ത്, ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൈ മറ്റേ കൈയോടെ ഇരിപ്പുണ്ടായിരുന്നു, സ്റ്റിയറിംഗിൽ ഇരിപ്പുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എത്രയും വേണമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇത് കണ്ട, ഞാൻ ഇപ്പൊ ഇവിടെ സ്റ്റിയറിംഗിനോട് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുൻപോട്ട് വരാനുണ്ടെന്നുള്ളത്. കണ്ട? അല്ലാതെ എനിക്ക് അറിയത്തില്ല, ഇപ്പൊ നമുക്ക് ആർക്കും അറിയത്തില്ല ഇത് മുന്നോട്ട് വരാനുണ്ടോ ബാക്കിലേക്ക് വരാനുണ്ടോ. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൈയുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് ബ്രേക്കിലും കാല് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സീറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ഇത് മുന്നോട്ട് വരാനുണ്ട്. കണ്ട? അപ്പൊ ആ ക്ലിപ്പിലേക്ക് പിടിച്ചു. അപ്പൊ നമ്മൾ സ്വല്പം കൂടെ മുന്നോട്ടാണ്. കേട്ടോ? സീറ്റ് ക്ലിയർ ചെയ്തു. നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി. ആ സീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ താക്കോൽ ഓരോന്നായിട്ട് തിരിക്കണം. അല്ല നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മളൊന്ന് എന്തിനായിട്ട് വേണ്ടിയിട്ടാ, നമ്മളൊന്ന് സ്കൂട്ടി കാണാൻ നമുക്ക് മനസ്സിലാകും, ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു വെച്ചാൽ ലോക്ക് ആകും. ഒന്ന് അഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ, സ്കൂട്ടിയുടെ ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചു കഴിയുമ്പോഴേ മീറ്റർ കണക്ഷൻ ലൈറ്റുകൾ വരത്തുള്ളൂ. നമുക്ക് സ്കൂട്ടിക്ക് അത് നോക്കുമ്പോഴറിയാം, രണ്ടാമത് തിരിക്കുമ്പോൾ എന്താത്തുള്ളൂ, മീറ്ററിനകത്ത് ലൈറ്റ് വരും. അപ്പൊ കുറച്ച് മീറ്ററിന് ലൈറ്റുകൾ സ്വല്പം കെടും. അതിനുശേഷം മാത്രം മൂന്നാമത് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ബ്രേക്കിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കേട്ടാ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ന്യൂട്രൽ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നോക്കണം, ഇത് ന്യൂട്രൽ ആണോ നോക്കണം. കണ്ടാ? ഇത് ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, സ്റ്റാർട്ട് ആകത്തുള്ളൂ. അതേസമയം നമ്മൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ, അതായത് ട്രൈ മോഡിലോ ഗിയറിലോ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യുന്നു, നമ്മൾ ഈ ബ്രേക്ക് ചവിട്ടി എന്ന് പറഞ്ഞാൽ എന്താകത്തില്ല,
വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. കാരണം വണ്ടി സ്റ്റാർട്ട് ആകണം എന്ത് ചെയ്യണം, ഇത് ന്യൂട്രൽ പൊസിഷൻ ആണോ നോക്കണം. ന്യൂട്രൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ബ്രേക്കിലേക്ക് പ്രസ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. മിറർ ക്ലിയർ ചെയ്യേണ്ട എങ്ങനെ, നമ്മൾ ഒരു കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, മിറർ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ. ഈ മിററും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാവൂ. കാരണം നമ്മൾ പഠിച്ചു വെച്ചതല്ല എങ്ങനെയാന്ന് വെച്ചാൽ കയറി ഇരിക്കുക, സീറ്റ് ബെൽറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ കയറി ഇരിക്കുമ്പോഴേ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാലും സീറ്റ് ബെൽറ്റ് ഇട്ടാലും എന്ത് ചെയ്തില്ല, പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മിറർ അഡ്ജസ്റ്റ് ചെയ്തു. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവൂ, സീറ്റ് ബെൽറ്റ് ഇടാവും. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിലേക്ക് പ്രസ് ചെയ്ത് ട്രൈ മോഡ് കൊടുത്തു. ട്രൈ മോഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് ഹാൻഡ് ബ്രേക്ക്, പലരും മറന്നു പോകുന്ന ഒരു കേസാണ് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഈ ഹാൻഡ് ബ്രേക്ക് മാറിയതോടുകൂടി നമ്മൾ വണ്ടിക്കകത്ത് ഇനിയിപ്പോ ചെയ്യാനൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഇതുപോലുള്ള ഓരോ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന വണ്ടിക്കകത്ത് ചെയ്യാനുള്ളൂ. അതിനുശേഷം നമ്മൾ ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലയോ നോക്കിയപ്പോ നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ബാക്കിൽ നോക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കണ്ടല്ലേ. ബ്രേക്ക് ചെയ്യുന്നൊന്ന് ഇങ്ങനെ നയിച്ചു കഴിയുമ്പോൾ വണ്ടി എന്ത് ചെയ്യും, മുന്നോട്ട് മൂവ് ആകും. അഥവാ വണ്ടി മൂവ് ആകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്വല്പം ഒന്ന്, അതായത് ആക്സിലേറ്റർ കൊടുക്കാനല്ല പറയുന്നത്, ചെറുതായിട്ടൊന്ന് അനക്ക് നോക്കുക. അതൊന്ന് ചെറുതായിട്ട് ഈ അനക്കി നോക്കുമ്പോൾ വണ്ടി ഉരുളുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ ഒന്ന് അയച്ചു വിടുക. കണ്ടാ വണ്ടി കൃത്യമായിട്ട് ഇങ്ങനെ കണ്ടാ നമുക്ക് എടുക്കാൻ കഴിയും കേട്ടാ. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ ഇങ്ങനെ തീരുന്നത് ഒരുപാട് ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾ വണ്ടിയെ ബ്രേക്ക് ചെയ്യുന്ന പോകുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കരുത്. എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ തെറിച്ചങ്ങ് പോകും. അപ്പൊ നമുക്ക് അതിന്റെ പേടി തരും. അപ്പൊ വണ്ടിയുടെ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുമായിരിക്കും. നമുക്ക് എന്ത് ചെയ്യും, പേടി തോന്നും. കാരണം നമ്മൾ ആ തിരിയുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേടി തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ബ്രേക്കിൽ നിന്ന് മാറ്റുമ്പോൾ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ വേണ്ട ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ടും പോകുന്നില്ല. കാരണം എന്താ, ഇവിടെ കുറച്ച് മിറ്റിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് ഈ ബ്രേക്കിൽ നിന്ന് മാറ്റി എന്ത് ചെയ്തില്ല, വണ്ടി അനങ്ങണമെന്നില്ല. എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് മാറ്റി. ഈ ആക്സിലേറ്റർ അല്ലേ, നമ്മൾ ഇത്ര ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കരുത്. എന്ത് ചെയ്തു, പതിയെ സ്ലോയിൽ, എന്റെ കൈയോടെ നിങ്ങൾ ശ്രദ്ധിച്ച കേട്ടോ, പതിയെ സ്ലോയിൽ ഒന്ന് കൊടുക്കുക. അതിങ്ങനെ കേട്ടാ, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ അനങ്ങും. അപ്പൊ ഇങ്ങനെ അനങ്ങുന്ന അത് മാത്രം എന്താവും, നമുക്ക് അത്രയും ആ ഒരു അനക്കം മതി എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്സിലേറ്റർ താക്കരുത് കേട്ടാ. എനിക്കത് മതി, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുന്നത് കേട്ടാ. ഇത് കേട്ടാ, ഇപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇതുപോലെ നമുക്ക് മുൻപോട്ട് ഇതുപോലെ വേണ്ട, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും, കണ്ട് ഇതുപോലെ അങ്ങ് പോകും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ മിറ്റത്ത് കിടക്കുന്ന സമയത്ത്, സ്പേസ് ഇല്ലാത്ത സമയത്ത് ഇതുപോലൊക്കെ നിങ്ങളുടെ വാഹനത്തിൽ കയറി ഇതുപോലൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കും പേടി കൂടാതെ ഒരു വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഈ വീഡിയോ കണ്ട പലരും എന്ത് ചെയ്യും, ഇത് കണ്ടിട്ട് സ്വല്പം വല്ലതും കണ്ടിട്ട് ആണ് കണ്ടന്റോ സബ്ജക്റ്റോ ശ്രദ്ധിക്കാതെ സ്വല്പം കണ്ടിട്ട് എന്ത് ചെയ്യും, സീറ്റ് ബെൽറ്റ് എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കയറി ഇന്നപ്പോഴേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ച കാരണം സീറ്റ് ബെൽറ്റ് ആണ് ആദ്യം പഠിച്ചു വെച്ച കാരണം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സീറ്റ് ബെൽറ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ലോ, പലരും കട്ട് ചെയ്തിട്ട് പോകും, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കത്തില്ല. കാരണം ഞാനിപ്പോ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞു, ഞാൻ ഓടിക്കുന്നതല്ല, ഒരു വണ്ടി എടുക്കുന്നിടം വരെ എന്തൊക്കെ ചെയ്യണം ഇതാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഓടിക്കുന്നവർക്ക് മതി എന്ത്, സീറ്റ് ബെൽറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു വണ്ടിയെ കയറി എന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തൊരു സംശയമുണ്ട്, ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സ് ചോദിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.